ചേച്ചി എവിടമ്മേ? അവളിപ്പോ വരും മോളെ. എന്തായാലും ശില്പക്കുട്ടി വന്നിട്ട് ചടങ്ങ് നടക്കും. വാവക്കുട്ടിയാണല്ലോ ഈ ചടങ്ങിന്റെ പ്രധാന താരം. പിന്നെ ചടങ്ങില് മാത്രമല്ല, ഈ വീടിന്റെ പ്രധാന താരം എന്റെ ശില്പമോള. പ്രിയമതയുടെ ബെഡാബയ്യാണോ അതോ ഗോപു ഭയ്യയുടെ ചോട്ടാ ഭയ്യോ? അച്ഛാ, അതെ, ഇതാരുടെയും ചോട്ടാ ഭീമൊന്നും അല്ല. എന്റെ ഭാവി മരുമോനാ. ശില്പയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. പേര് ശിവാനന്ദൻ. അങ്ങ് തിരുവനന്തപുരത്ത് പൂജപ്പരയില് ചപ്പാത്തിയുടെ ബിസിനസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങും. ഇദ്ദേഹത്തിന് ശില്പമോളേക്കാൾ പ്രായം ഒരുപാട് കൂടുതലില്ലേ? ഇന്നത്തെ കാലത്ത് ഒരു 20-25 വയസ്സൊക്കെ അത്ര കൂടുതലാണോ മച്ചൻ? കഭീ നഹി. ഏജ് കേവൽ ഏക് സംഖ്യ ഹൈ. അച്ഛാ, അമ്മച്ചി എന്താ പറഞ്ഞത്? അല്ല, പ്രായം വെറും ഒരു നമ്പർ ആണെന്നാ മമ്മി ഉദ്ദേശിച്ചത്. ശില്പക്കുട്ടി ഇങ്ങനെ തന്നെയാ പറയുന്നത്. പ്രായം ഒരു പ്രശ്നമല്ലെന്ന്. ശില്പ ബേട്ടിയും ഈ അപ്പച്ചനെയും കണ്ടാൽ ബഹുത് പൊരുത്ത് ഹേ. ഇവരുടെ ഷാദി എത്രയും വേഗം നടത്തണം. അതെ അതെ, ഇനി എന്തിനും മുമ്പിൽ നിൽക്കാൻ ഞാനുണ്ടല്ലോ. ശില്പ ചേച്ചിയെ ഞാനും കീർത്തിയും കൂടെ ചേർന്ന് ഒരു കരക്കെത്തിക്കും. ഇതാണ് എന്റെ മരുമോന്റെ സ്നേഹം. കണ്ടോടി, എന്റെ പൊന്നാര മരുമോൻ. എന്റെ ശില്പക്കുട്ടിയുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം വഴിയേ പറയും. അതെ അതെ, എല്ലാം ഞാൻ പറയാം. ഇനി നിങ്ങളും എന്റെ ബന്ധുക്കളാണല്ലോ. എന്റെ ശില്പക്കുട്ടി വന്നു. ഞങ്ങള് വരുമെന്ന് അറിഞ്ഞിട്ട് ശില്പ മനഃപൂർവ്വം മാറി നിന്നതായിരിക്കും. ഉസ്കോ മുझे പസന്ദ് നഹി. അയ്യോ, അങ്ങനെയൊന്നുമില്ല ആന്റി. എന്റെ കീർത്തിയുടെ ബന്ധുക്കള് എനിക്കും വേണ്ടപ്പെട്ടവര് തന്നെയാ. ഇവളെ മലമറിക്കാൻ പോയതാ. നിങ്ങൾക്കൊക്കെ തരാനേ ഉണ്ടംപൊരിയും പഴംപൊരിയും വാങ്ങാൻ പോയതാ. പ്രിയമതേ, ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ചെല്ല്. കുടിക്കാനൊക്കെ പിന്നെ എടുക്കാം. മോളെ, നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇവർക്ക് എടുത്ത് കൊടുക്ക്. അതിനു മുൻപ് മരുമോന് ഞങ്ങള് മാലയിട്ട് സ്വീകരിക്കണം. അതെ അതെ അതെ. മോളെ, മരുമോനെ ഈ മാല അണിയിക്ക്. അല്ല മരുമോനെ, അവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതിയോ? ചടങ്ങ് നടത്തണ്ടേ? വാ, വന്നേന്നേ.
നീ കൊണ്ടുവന്ന നൂല് പോലത്തെ ഈ സ്വർണം എന്റെ കയ്യിരിക്കട്ടെ. ഇപ്പം ഇതിൻ മോന്റെ കഴുത്തിലിട്ട മാല നിന്റെ ശിവേട്ടനാ വാങ്ങിയത്. മോളെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അമ്മയുടെ ഏൽപ്പിക്ക്. ആ കേറ്ററിംഗ് സർവീസിൽ നിന്ന് നിങ്ങൾക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പൊ വരും സദ്യ. ആ എന്റെ ഭാവി മരുമോൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നും ശ്രദ്ധിക്കണ്ട. ആ